നെയ്മർ ജൂനിയർ വേഴ്സസ് 69 വയസ്സ് പ്രായമുള്ള ഒരു ജേർണലിസ്റ്റ്. ഇവർ തമ്മിലൊരു യുദ്ധം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം തുടക്കം കുറിക്കുന്നത് ആ ജേർണലിസ്റ്റ് തന്നെയാണ്. 69 വയസ്സുകാരായ ജേർണലിസ്റ്റ് ഒരു പോസ്റ്റ് ഇടുകയാണ്. എനിക്കിപ്പോൾ നെയ്മറിനെ എൻ്റെ മുന്നിൽ കിട്ടിയാൽ 1 vs 1 കളിക്കാൻ കിട്ടിയാൽ 5 വട്ടമെങ്കിലും മിനിമം ഞാൻ നെയ്മറിൽ നിന്ന് പന്ത് കൈക്കലാക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വെല്ലുവിളി. ചെറിയൊരു സ്പേസിനുള്ളിൽ കളിക്കണം എന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം ഒന്ന് ഫേമസ് ആവാൻ വേണ്ടി ഇട്ടതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു പണി കിട്ടി. നെയ്മർ ജൂനിയർ ഇത് കാണുകയുണ്ടായി. നെയ്മർ ജൂനിയർ തൊട്ടടിയിൽ അദ്ദേഹത്തിന് റീപ്ലേ കമന്റുമായി മുന്നിട്ടെത്തുകയും ചെയ്തു. നെയ്മർ ഇട്ട കമന്റ് എന്താണെന്നല്ലേ: താങ്കളെ ഞാൻ സാന്റോസിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്കൾ ഇങ്ങോട്ട് വായോ, നമുക്ക് 1 vs 1 കളിക്കാമെന്ന് പറയുന്നു. പെട്ടുപോയല്ലോ ദൈവമേ എന്നതായി ജേർണലിസ്റ്റിന്റെ കാര്യം. കാരണം നെയ്മർ ഇത് കാണുമെന്നും നെയ്മർ ഇങ്ങനെ കമന്റ് ചെയ്യുമെന്നൊന്നും അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. സോ നെയ്മർ അങ്ങനെ കമന്റ് ഇട്ടോടുകൂടി അദ്ദേഹം പെട്ടുപോയി അക്ഷരാർത്ഥത്തിൽ. സോ അദ്ദേഹം റീപ്ലേ കമന്റ് ഇട്ടു. ഒന്നും കൂടി നെയ്മറിനെ എന്താ പറയുക, പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം കൂടി ഇട്ടു: എനിക്ക് താങ്കളുടെ ഹെലികോപ്റ്ററിൽ എന്നെ അയച്ച് എന്നെ പിക്ക് ചെയ്യുകയും എന്നെ സാന്റോസിന്റെ ഗ്രൗണ്ടിൽ എത്തിക്കുകയും ചെയ്താൽ നമുക്കൊരു ട്രൈ നോക്കാമെന്നായി. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഷേപ്പിലൊന്നല്ല, ഞാൻ കുറച്ചാളെ കളിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സോ എനിക്ക് ഒരാഴ്ചയെങ്കിലും ട്രെയിനിങ് വേണമെന്നും അദ്ദേഹം അങ്ങനെയും കൂടി നെയ്മർക്ക് ഒരു കമന്റ് റീപ്ലൈ കൊടുത്തു. അദ്ദേഹം വിചാരിച്ചു പിന്നെ നെയ്മറിന്റെ പിന്നിൽ വരില്ല എന്ന്. നെയ്മർ ആരാമോ, നെയ്മർ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. നെയ്മർ ഇതാ ഇന്നിപ്പോൾ അതിനൊരു റീപ്ലൈയുമായി എത്തിയിരിക്കുകയാണ്. നെയ്മർ പറയുകയാണ്, ശരി, താങ്കൾ പറഞ്ഞ പോലെ എൻ്റെ ഹെലികോപ്റ്റർ ഞാൻ വിട്ടുതരാം, താങ്കൾ പിക്ക് ചെയ്യാം, താങ്കളെ സാന്റോസിന്റെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് ഞാൻ എത്തിക്കാം, ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കുന്നു, താങ്കൾ ഒളിച്ചോടരുത് എന്നും കൂടി നെയ്മർ അതിൽ പറഞ്ഞു വെക്കുകയാണ്. സോ ഇത് ഈ യുദ്ധം എന്താ പറയുക, അക്ഷരാർത്ഥത്തിൽ ഒരു മെഗാ യുദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും ജേർണലിസ്റ്റ് അടുത്ത് പറയാൻ പോകുന്നതെന്നാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ കോൺവെർസേഷൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് ഫുട്ബോൾ ലോക ഉറ്റുനോക്കുന്നത്. എനിവേ ഇപ്പോൾ ജേർണലിസ്റ്റിന്റെ ടേണാണ്. ഇനി അദ്ദേഹം എന്ത് മറുപടി ആയിരിക്കും പറയുക എന്ന് നമുക്ക് നോക്കാം. എനിവേ എല്ലാവരും ഒരു കാര്യം ആലോചിച്ചോ, നെയ്മർക്കെതിരെ ചുമ്മാ ഒരു കമന്റോ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അദ്ദേഹം എല്ലാം കാണുന്നുണ്ടെന്നും കൂടി നിങ്ങൾ ആലോചിച്ചോളൂ. സോ ഇപ്പോൾ ജേർണലിസ്റ്റ് പെട്ടിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും, ജേർണലിസ്റ്റ് ആ വെല്ലുവിളി ഏറ്റെടുക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. വരും വീഡിയോസിൽ ഇതിന്റെ റീപ്ലൈ നമുക്ക് നോക്കാം.